ഒരു രാജാവിന് രാജ്യത്തിന് അനന്തരാവകാശികൾ വേണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടികളെയായിരുന്നു. ആൺകുട്ടി ഉണ്ടായാൽ അത് പ്രസവത്തോടെ മരിച്ചുപോകുന്നു. അതുകൊണ്ട് അദ്ദേഹം വേറൊരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആൻ എന്ന പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ആനിന്റെ സഹോദരിയാണ് മേരി. അവൾ വിവാഹിതയാണ്. രാജാവിന് ആനിനെ ഇഷ്ടപ്പെടുന്നില്ല, പകരം മേരിയെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ആനിന് ഇത് ഒട്ടും പിടിക്കുന്നില്ല. മേരിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് മേരി ഗർഭിണിയാകുന്നു. ഈ അവസരം മുതലെടുത്ത് ആൻ രാജാവിനെ വശീകരിക്കുന്നു. തന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ തന്നെ വിവാഹം ചെയ്യുകയും മേരിയെയും കുഞ്ഞിനെയും കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെടുന്നു. രാജാവ് ഈ ആവശ്യം അംഗീകരിക്കുന്നു. മേരി ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. രാജാവ് ആ കുഞ്ഞിനെ നോക്കുക പോലും ചെയ്തില്ല. മേരിയെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുന്നു. പിന്നീട് അവളെ ആനിന്റെ സഹായത്തിനായി തിരികെ കൊണ്ടുവരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ആനിനെ വിവാഹം ചെയ്യുന്നു. ആൻ ഗർഭിണിയാകുന്നു. അവൾ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നു. പിന്നീട് ഉള്ള കുട്ടികളെല്ലാം പ്രസവത്തിന് മുൻപ് മരിക്കുന്നു. രാജാവിന് അവളോടുള്ള താൽപര്യം കുറയുന്നതായി അവൾക്ക് തോന്നി. എങ്ങനെയെങ്കിലും രാജാവിന് ഒരു ആൺകുഞ്ഞിനെ നൽകണമെന്ന് അവൾ ഉറപ്പിച്ചു. ഇതിനായി സ്വന്തം സഹോദരനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവർക്കതിന് കഴിയുന്നില്ല. ഇവരുടെ സംഭാഷണം ഒരു വേലക്കാരി കേൾക്കുന്നു. അവർ അത് രാജാവിനെ അറിയിച്ചു. രാജാവിന്റെ ഉത്തരപ്രകാരം ആനിനെയും സഹോദരനെയും തൂക്കിക്കൊല്ലുന്നു. ശേഷം 2 കുഞ്ഞുങ്ങളെയും മേരി സംരക്ഷിക്കുന്നു.